السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى عباد الله الصالحين أما بعد. ഏറ്റവും ബഹുമാന്യരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചക ചരിത്രം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് അഞ്ചാമത്തതായ പാർട്ടാണ് നമുക്കിന്ന് പറയാനുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കിണറ്റിൽ ദിവസങ്ങളോളം താമസിക്കുക. വീണോളം മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചില ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കഥ നമ്മൾ പറഞ്ഞു. ഏകാന്തത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇങ്ങനെ കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നുകൊണ്ട് യൂസുഫ് നബിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്: യാ കാശിഫ കുല്ലി കർബ വയാ മുജീബ കുല്ലി ദഅവ വയാ ജാബിറ കുല്ലി കസീർ വയാ സാനിയ കുല്ലി വാഹിദ് വയാ മുഅ്നിസ കുല്ലി ഫരീദ് വയാ സാഹിബ കുല്ലി ഗരീബ് വയാ ഷാഹിദ കുല്ലി നജ്വ لا إله إلا أنت سبحانك يا الله أسألك أن تجعل لي فرجا ومخرجا وأن تجعل ذكرك وحبك في قلبي فلا يكون له هم غيرك وأن تحفظني وترحمني يا أرحم الراحمين എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. നല്ലൊരു പ്രാർത്ഥനയാണ്, നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. യാ കാശിഫ കുല്ലി കർബ, ഇടങ്ങേറുകളൊക്കെ തീർക്കുന്നവനെ, യാ മുജീബ കുല്ലി ദഅവ, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നവനെ, എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കുന്നവനെ, എല്ലാ പൊട്ടിയ ഹൃദയങ്ങളെയും പരിഹരിക്കുന്നവനെ, ഏകാന്തതക്ക് ഒറ്റക്കിരിക്കുന്നവനക്ക് രണ്ടാമനാകുന്നവനെ, എല്ലാ ഒറ്റയാനിക്കും കൂട്ടാകുന്നവനെ, എല്ലാ അപരിചിതനക്കും കൂട്ടുകാരനാകുന്നവനെ, എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയാകുന്നവനെ, നീയല്ലാതെ വേറെ ഇലാഹില്ല. സുബ്ഹാനക യാ അല്ലാഹ്, നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻത ജഅല ലി ഫറജൻ വ മഖറജ, എനിക്ക് ഇവിടുന്ന് രക്ഷാമാർഗം ലഭിക്കണം. അൻത ജഅല ദിക്റക വ ഹുബ്ബക ഫി ഖൽബി, നിന്നോടുള്ളതായ മഹബ്ബത്തും നിന്നെ പറ്റിയുള്ളതായ സ്മരണയും എന്റെ ഹൃദയത്തിൽ ഇട്ടുതരണം. ഫലാ യകൂനു ലഹു ഹമ്മുൻ ഗൈറുക, അപ്പോൾ നീ അല്ലാത്തൊരു ഹമ്മ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. വഅൻ തഹ്ഫളനി വതർഹമനി യാ അർഹമർ റഹീമീൻ, നീ എന്നെ സംരക്ഷിക്കുകയും നീ എനിക്ക് കരുണ ചെയ്യുകയും ചെയ്യണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഈ പ്രാർത്ഥന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ മാലാക്കന്മാർ തന്നെ വലയം ചെയ്യുകയായിരുന്നു അത്രേ. ഫിൽ ജുബ്ബി, മലക്കുകൾ വന്നിട്ട് ആ പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂട്ടുകാരനായി നേരം പോക്കാക്കുന്ന ആളായി മാറുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത്തെ ദിവസം, സാധാരണ വരും പോലെ മൂന്നാമത്തെ ദിവസം വന്നു. അങ്ങനെ വന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പല സംഭവങ്ങളും, യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പലതും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വിവരമറിയിക്കുക. അടിമയാവും, അപരിചിതത്വം ഉണ്ടാകും, അതേ പ്രകാരം ജയിലിൽ അടക്കപ്പെടും, പീഡനങ്ങൾ പലതും അനുഭവിക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇസ്സത്ത് ലഭിക്കും, അഭിമാനം ലഭിക്കും, അധികാരം ലഭിക്കും. മാത്രമല്ല സഹോദരങ്ങൾ തൻ്റെ അടുക്കൽ വരും, മാതാപിതാക്കളോടുകൂടെ അവർ തൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടും. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ, യൂസുഫ് നബിക്ക് നമ്മൾ വഹ്യ് കൊടുത്തു, തീർച്ചയായും നിങ്ങൾ അവരോട്, സഹോദരങ്ങളോട് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ വിവരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ ഇതൊന്നും അറിയുകയില്ല, തിരിച്ചറിവില്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ. ഒരു ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, യഹൂദ എന്ന തൻ്റെ മൂത്ത സഹോദരൻ അന്നേ ദിവസം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാ. ആ സമയത്ത് ആ കിണറ്റിന്റെ വക്കിൽ വന്നിട്ട് അതിലേക്കൊന്ന് എത്തി നോക്കി.
എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക യാ യൂസുഫ് അഹയ്യുൻ അന്ത അം മയ്യിത്തുൻ. ഓ യൂസുഫേ, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നീ ജീവിച്ചിരിക്കുന്നു അതല്ല നീ മരിച്ചിരിക്കുന്നു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരമായി കൊണ്ട് പറഞ്ഞു, വഅലൈക സലാം മൻ അന്ത, ആരാണ് നീ? അന്തല്ലദീ റഹിംതനി ഫിൽ ജുബ്ബി, ഈ കിണറ്റിലായിക്കൊണ്ട് എനിക്ക് കരുണ തന്നതായ ആളാണോ താങ്കൾ? വയഹ്വതി ലം യർഹമുനി, എൻ്റെ സഹോദരന്മാർ എനിക്ക് കരുണ ചെയ്തില്ല. അപ്പോൾ യഹൂദ പറഞ്ഞു, ബല അനയ അഹൂക യഹൂദ, ഞാൻ നിൻ്റെതായ കൂട്ടുകാരൻ, നിന്റെ സഹോദരൻ യഹൂദയാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അവസ്ഥയെപ്പറ്റി വിവരിച്ചു കൊടുത്തു. തനിക്ക് വേണ്ടി അള്ളാഹു തആല തയ്യാർ ചെയ്ത ആ പാറയും അതുപോലെ മാലാക്കന്മാരുടേതായ കൂട്ടും മറ്റുമായിട്ടുള്ളതായ അവിടുന്ന് കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളെ പറ്റിയും തൻ്റെ സഹോദരൻ യഹൂദയോട് വിവരിച്ചു കൊടുത്തു അത്രേ. അപ്പോൾ യഹൂദ പറഞ്ഞു, നഹ്നു നുരീദു അൻ നർജിയ, ഞങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു, പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഇപ്പോൾ മഹാജത്തുക്ക, നിനക്ക് വല്ലതും ഉണ്ടോ, എൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ യഹൂദയോട് പറയാണ്, ഇന്നലി കുല്ലി മയ്യിത്തിൻ വസിയ്യത്തൻ, ഓ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, ഓ ഏതൊരു മയ്യത്തിനും വസിയത്തുണ്ടാവും. എന്നാൽ വസിയത്തി ഇലൈക്ക, നിന്നോട് എനിക്ക് പറയാനുള്ള വസിയത്ത്, അല്ലാ തറാ ശബാബൻ ഇല്ലാതെ കർത്ത ശബാബി, ഏതൊരു യൗവനത്തിനെ കാണുമ്പോഴും എൻ്റെ യൗവനത്തിനെ ഓർത്തിട്ടല്ലാതെ ഇരിക്കരുത് കേട്ടോ. വലാ സൂറത്തൻ ഹസനത്തൻ ഇല്ലാതെ കർത്ത ഹുസ്നി, ഏതൊരു സൗന്ദര്യത്തെ നീ കാണുമ്പോൾ എൻ്റെ സൗന്ദര്യത്തിനെ ഓർക്കണം കേട്ടോ. വലാ മദ്ലൂമനില്ലാതെ കർത്തനി, ഏതൊരു പീഡനം അനുഭവിക്കുന്ന ആളെയും കാണുമ്പോൾ എന്നെപ്പറ്റി നീ ഓർക്കണം കേട്ടോ. വഅസ്അലുക അല്ലാ തുഖ്ബിറ ശൈഖ മിമ്മാ ജറാ അലയ്യ, എനിക്ക് വന്നു പിടിപെട്ട ഈ പ്രയാസങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പിതാവായ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് അങ്ങ് അറിയിക്കരുത് കേട്ടോ. ഫഇന്ന ഖൽബഹു ലാ യതഹമ്മലു ദാലിക, എൻ്റെ പിതാവിന് അതൊന്നും സഹിക്കാൻ സാധ്യമല്ല. ഇത് കേട്ടപ്പോ യഹൂദ കരഞ്ഞുപോയി, വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിലിന്റെ ശബ്ദം തൻ്റെ സഹോദരങ്ങൾ, മറ്റുള്ള സഹോദരങ്ങൾ കേട്ടപ്പോൾ അവരതാ യഹൂദയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അവരിൽപ്പെട്ട ചിലരോട് പറഞ്ഞു, അന്തലാ തത്റുഖുഹു ഫിൽ ജുബ്ബി, കിണറ്റിൽ അദ്ദേഹത്തെ നീ ഒഴിവാക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഫനഹനു നർജുമുഹു ബിൽ ഹിജാറത്തി ഫിൽ ജുബ്ബ്, എന്നാൽ ആ കിണറ്റിൽ കിടന്ന് കല്ലുകൊണ്ട് ഞങ്ങൾ എറിയുകയാണ് യൂസുഫിനെ, ഹത്താ യമൂത്ത, അവിടെ കിടന്ന് മരിച്ചോട്ടെ. അപ്പോൾ യഹൂദ ചോദിച്ചു, അലസ്തും ആഹത്തുമൂനി അല്ലാ തഖ്തുലൂഹു, കൊല്ലുകയില്ല എന്ന് നിങ്ങൾ എന്നോട് കരാർ ചെയ്തതല്ലേ? വല്ലാഹി ലഇൻ ഫഅൽതും ദാലിക ലഉഖ്ബിറന്ന ശൈഖ ബിസുൻഅതികും അല്ലദീ സ്വനഅതുമൂഹ്, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെപ്പറ്റി ഞാൻ പിതാവിനോട് പറയും, നിങ്ങൾ അവനെ കൊന്നാൽ എന്ന് യഹൂദ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർ യൂസുഫിനെ കൊല്ലാതെ വിടുകയായിരുന്നു. ശേഷം അവരെല്ലാവരും ഒരാടുംകുട്ടിയെ കണ്ടെത്തുകയും അതിനെ തേടിപ്പിടിച്ച് അതിനെ അറുത്ത് അതിൻ്റെതായ രക്തമെടുത്തിട്ട് യൂസുഫിൻ്റെതായ കുപ്പായത്തിൽ പുരട്ടുകയും ചെയ്തു. സാധാരണഗതിയിൽ അവർ വന്നാൽ മഗ്രിബിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള ടൈമിൽ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. പക്ഷെ അന്ന് തിരിച്ചു കുറച്ച് വൈകിപ്പിച്ചു. ഇശായിൻ്റെ സമയം വരെ, അഥവാ വൈകുന്നേര സമയം വരെ വൈകിപ്പിച്ചവര്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ പിതാവിൻ്റെ അടുക്കൽ അവർ വന്നത് കരഞ്ഞുകൊണ്ടാണ്. വന്ന സമയം ഇശായിൻ്റെ സമയത്താണ്, വൈകുന്നേരം മഗ്രിബിൻ്റെ ശേഷം ആകാശത്തിലെ കടുംചുവപ്പൊക്കെ മായുന്ന ആ സമയത്താണ് അവർ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നത്, കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഒരു റിപ്പോർട്ടിൽ കാണാം, അവർ മടങ്ങി വരാൻ സമയമായപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവരെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ആ വാദിയിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന അവസരത്തിൽ അവരുടെ കരച്ചിലാണ് കേട്ടത്. മക്കളുടെ കരച്ചിൽ കേട്ടു. അതല്ല, വീട്ടിൽ തന്നെയായിരുന്നു എന്നും റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അങ്ങനെ അവർ ഈ യാക്കൂബ് നബിയുടെ അടുത്ത് വന്നപ്പോൾ അവർ ശബ്ദം അങ്ങ് വല്ലാതെ ഉയർത്തി, കരച്ചില്, പെരുങ്കരച്ചിൽ, സങ്കടല്ലേ, സഹോദരൻ നഷ്ടപ്പെട്ടുകല്ലേ. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കരച്ചിൽ കേട്ടപ്പോ ബോധം കെട്ട് വീണുപോയി. പിന്നീട് ബോധം തെളിഞ്ഞു.
അപ്പൊ ചോദിച്ചു, മാ ബാലുക്കും, എന്തേ നിങ്ങൾ കരയുന്നത്, എന്താ മക്കളെ സംഭവം പറയൂ. അപ്പോൾ അവർ പറഞ്ഞു, യാ അബാന ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب وما أنت بمؤمن لنا ولو كنا صادقين. പിതാവേ, ഞങ്ങൾ അതാ തൊട്ട് കളിക്കാനും അല്ലെങ്കിൽ ഓട്ടപ്പന്തയത്തിനും വേണ്ടി അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയൊക്കെ ഞങ്ങളിങ്ങനെ പോയി. യൂസുഫിനെ ഞങ്ങളുടെ ചരക്ക് ഞങ്ങളുടെ വസ്തുവകകളെല്ലാം കാക്കാൻ വേണ്ടി യൂസുഫിനെ അതിന്റെ സമീപത്ത് നിർത്തിയിരുന്നു. ആ സമയത്താണ് ഒരു ചെന്നായ വന്ന് യൂസുഫിനെ എത്തുന്നത്. എന്നാൽ അന്തബിമുഅ്മിനില്ലന, അങ്ങേക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവുകയില്ല. വലു കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും പിതാവേ നിങ്ങൾക്കിത് വിശ്വാസം വരില്ല. പക്ഷേ സത്യമുണ്ടായത് ഇങ്ങനെയാണ് എന്നവർ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വാർത്തയങ്ങ് കേട്ടപ്പോ ഓഷിയാലഹി, യാക്കൂബ് നബിക്ക് ബോധക്കേടുണ്ടായി, അബോധാവസ്ഥയിലായി. അങ്ങനെ ബോധം കെട്ട് വീണപ്പോ അവർ ഇളക്കി നോക്കി. പക്ഷേ ഫലം യതഹറക്ക്, യാക്കൂബ് നബി ഇളകിയില്ല. അവർ വിളിച്ചു, പക്ഷേ വിളിക്ക് ഉത്തരം കിട്ടിയില്ല. അവർ വെള്ളം കുടഞ്ഞു നോക്കി, പക്ഷെ ബോധം തെളിഞ്ഞില്ല. അവർക്ക് ഉറപ്പായി ഫലം യശുക്കു അന്നഹു ഖദ് ഫാറഖ ദുനിയാ, പിതാവ് അതാ മകന്റെ വേർപാടിൽ നൊന്തുകൊണ്ട് അതാ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഇത് യഹൂദ കണ്ടപ്പോ, ഈ രംഗം യഹൂദ കണ്ടപ്പോ യഹൂദ അട്ടഹസിച്ച് നിലവിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വതാ അൽ വൈലു ലനാ ളയ്യഅനാ അഖാനാ യൂസുഫ വഖതൽനാ അബാനാ യാഖൂബ. അല്ല പ്രിയപ്പെട്ടതായ സഹോദരങ്ങളെ, നമുക്കാണ് നാശം. നമ്മളെ സഹോദരൻ യൂസുഫിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാലോ പിതാവിന് നമ്മളതായ യാക്കൂബ് നബിയെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് യഹൂദ സങ്കടത്തോടുകൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് നിലവിളിച്ച് പറയുകയുണ്ടായി. ഏതായാലും യാക്കൂബ് നബി കുറച്ച് കഴിഞ്ഞിട്ട് അതാ ബോധം തെളിഞ്ഞു. കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പാതിരാവിൽ അതാ അത്താഴ സമയത്തുള്ളതായ ആ ശക്തമായ തണുപ്പ്, ആ തണുപ്പ് കൊണ്ടിട്ടാണ് യാക്കൂബ് നബി എഴുന്നേറ്റത്. അപ്പൊ നോക്കുമ്പോ യാക്കൂബ് നബിയുടേതായ തല തന്റെ മകൻ റൗബീലിൻ്റെതായ മടിത്തട്ടില. അപ്പൊ ചോദിച്ചു, അയിന ഖുർറത്തു ഐനി യൂസുഫ്, എന്റെ കണ്ണിന്റെ കുളിർമ യൂസുഫ് എവിടെ പോയി? അലമ്മ ജഅലുക ഖലീഫത്തി അലൈഹി, അവനക്ക് വേണ്ടി അവന്റെ മേൽ നിന്നെ ഞാൻ പ്രതിനിധിയാക്കി നിയോഗിച്ചതല്ലേ, എവിടെ പോയി എന്റെ പൊന്നുമക്കളെ? വബക്ക, എന്നിട്ട് മഹാനായ യാക്കൂബ് നബി കരയാൻ തുടങ്ങി. അപ്പോൾ റൗബീല് പറഞ്ഞു, മതി, കരച്ചിൽ നിർത്തുക, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. യഅലം അന്നാ നസ്തബിഖു ഇലാ ആഖിറിൽ കലാം ഫഖാല യാക്കൂബ് ലം യബ്ഖ ലഹു ഉളുമുൻ ഔ അളുമുൻ അസ്തഗ്നിസു ബിഹി. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോ യാക്കൂബ് നബി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവന്റെ എന്തെങ്കിലും അവയവങ്ങൾ ബാക്കിയില്ലേ? എല്ലാം ചെന്നായ തിന്നു. അവന്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവൂലേ? എനിക്ക് അതെങ്കിലും കിട്ടുകയാണെങ്കിൽ. ആ സമയത്താണ് മക്കള് യൂസുഫിൻ്റെതായ കുപ്പായം കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഖമീസുഹു, ഇത് യൂസുഫിന്റെ കുപ്പായമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുപ്പായം അങ്ങെടുത്ത് അതങ്ങടെ തന്റെ മുഖത്തോട് നിവർത്തി വെച്ചു. എന്നിട്ട് അങ്ങടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലസ്തും തസഅമൂന അന്ന ദിഅബ അക്കല, എന്റെ പൊന്നുമോനെ ചെന്നായ തിന്നു എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? പക്ഷേ ഫമാലി ലാ അറാ ഫീഹി ശഖ്ഖൻ കൈഫ അകലഹു ദിഅബു വലം യശുഖ ഖമീസഹു. കുപ്പായം കീറാതെ ചെന്നായ എന്റെ മകനെത്തുന്നത് എങ്ങനെയാണ് മക്കളെ? ഒരു കീറലും ഈ കുപ്പായത്തിന് കാണുന്നില്ലല്ലോ. ലാ അറ അലൈഹി അസറ ദമിഹി, എന്റെ യൂസുഫിന്റെ രക്തത്തിന്റെ അടയാളമൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. ഫഇന്ന ഹാദാ ലൈസ ബിദമി യൂസുഫ, ഇതിലുള്ള രക്തം എന്റെ യൂസുഫിൻ്റെതായ രക്തമല്ല. വഅഹസ്സത് നഫ്സു യാഖൂബ അന്നഹും കാദിബൂൻ, അവർ കളവ് പറയുകയാണ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അല്ലാഹു തആല പറയുന്നു, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, കള്ള രക്തം പുരണ്ട കുപ്പായത്തിനെയാണ് യാക്കൂബ് നബിയുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ യാക്കൂബ് നബിക്ക് അവർ കളവ് പറയുകയാണ് എന്ന് ബോധ്യപ്പെട്ടു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് ഒരു കവിത ചൊല്ലി, ഹബീബി യൂസുഫു ലൈത ശിഅരി
മദാ സ്വനഉ ബിക ലൈത ശിഅരി അഖതീലുൻ അം ദബീഹുൻ ലൈത ശിഅരി അഹയ്യുൻ അൻത അം മയ്യിതുൻ ലൈത ശിഅരി. യൂസുഫേ, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയങ്കരനായ യൂസുഫേ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവരെന്ത് ചെയ്തു എന്നുള്ള കാര്യം. അഖതീലുൻ അം ദബീഹുൻ, നീ കൊല്ലപ്പെട്ടതാണോ അതല്ലാതെ നിന്നെ അതാ അറുക്കപ്പെട്ടതാണോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. അഹയ്യുൻ അൻത അം മയ്യിത്തുൻ ലൈത ശഅരി, നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കടപ്പെട്ട് കരയുകയായിരുന്നു. ശേഷം ആ മക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. മക്കളെ, ഇതൊക്കെ നിങ്ങളുടെ നഫ്സുകൾ എന്തൊക്കെയോ കെട്ടിയുണ്ടാക്കിയ സംഗതിയാണ്, നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ക്ഷമിക്കുകയാണ്. നല്ല സുന്ദരമായ ക്ഷമയാണ് ഈ ഘട്ടത്തിൽ കൈകൊള്ളേണ്ടത്. അല്ലാഹു തആല നിങ്ങൾ വർണ്ണിക്കുന്നത് എന്തെല്ലാമെന്ന് വ്യക്തമായിട്ട് അല്ലാഹു തആല അറിയും. അതിനെതിരെ അല്ലാഹു തആലയിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുക. പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്, യാ ഔലാദി ഇൻ കാന യൂസുഫ് ഹയ്യൻ, എൻ്റെ മകൻ യൂസുഫ് അതാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫറദ്ദൂഹു അലയ്യ, അവനെ നിങ്ങൾ കൊണ്ടുവരണം. ലിയർലാൻകും, എന്നാലേ എനിക്ക് നിങ്ങളെ തൊട്ട് തൃപ്തി വരികയുള്ളൂ. അതല്ല വൈൻകാന മയ്യത്തൻ, അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഫൗകഫിനുഹു, എനിക്ക് അവനെ മറവ് ചെയ്യാമല്ലോ, കഫൻ ചെയ്യാമല്ലോ. അബി തൂനി ബില്ലദി അകലഹു, അവനെ തിന്നതായ ചെന്നായെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഫഖാല ലഹും ശംഊൻ, അപ്പോൾ അവരോട് ശംഊൻ എന്നതായ മകൻ പറഞ്ഞു, ഈ തൂബിന നദ്ഹബ്, നിങ്ങൾ വരൂ, നമുക്ക് പോകാം. ഫനുഖ്രിജുഹു മിനൽ ജുബ്ബി, ആ കിണറ്റിൽ നിന്ന് പൊക്കി യൂസുഫിനെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് പിതാവിന്റെ മുന്നിൽ സുമ്മനഖ്തുലുഹു, എന്നിട്ട് നമുക്ക് യൂസുഫിനെ കൊല്ലാം. വനഅ്തിഹി ബിഉദ്ബിൻ മിൻ അളാഇഹി, യൂസുഫിൻ്റെതായ ചില അവയവങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ട് പിതാവിന് കൊടുക്കാമല്ലോ. വനഖൂലു, എന്നിട്ട് പറയാം, ഖദ് വജദ്നാ മിൻഹു ഹാദൽ ഉദ്വ, ഈ അവയവമാണ് അതാ യൂസുഫിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് അതാ പിതാവിനോട് വന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോ യഹൂദ എന്ന് പറയപ്പെടുന്ന സഹോദരൻ പറഞ്ഞു, വല്ലാഹി ലഇൻ ഫഅൽതും ദാലിക ലഅകൂനു ലക്കും അദുവൻ മാ ബഖീതും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളുടെ ശത്രുവായി മാറും, എന്നും നിങ്ങളുടെ ശത്രുവായി മാറും. വല ഖതൽതുക്കും നഫ്സൻ നഫ്സൻ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അങ്ങോട്ട് കൊല്ലും. അല്ലെങ്കിൽ ഔ തഖ്തുലൂനി, നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും. വല ഉഖ്ബിറന്ന ശൈഖ ബിസുനീഇക്കും, നിങ്ങളുടെ ഇതുവരെ ചെയ്ത പ്രവൃത്തിയെ പറ്റിയെല്ലാം ഞാൻ പിതാവിനോട് വർണ്ണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നദ്ഹബു വനഖുദു ദിബൻ, നമുക്കൊരു ചെന്നായനെ പിടിച്ചുകൊണ്ടുവരാം. അതിനെ കൊണ്ടുവന്ന് യാക്കൂബ് നബിയിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ അവർ പോയി, അങ്ങനെ വേട്ടയാടി ഒരു ചെന്നായെ കൊണ്ടുവന്നു. അവർ ആ ചെന്നായനെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ പറഞ്ഞു, അക്കല യൂസുഫ, ഇതാണ് അതാ നമ്മുടെ യൂസുഫിനെ തിന്ന ചെന്നായ പിതാവേ എന്ന് പറഞ്ഞ് യാക്കൂബ് നബിയുടെ മുന്നിലേക്ക് ആ ചെന്നായെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അത്തുലിഖൂഹു, നിങ്ങൾ അതിനെ അയച്ചു കൊണ്ടുവരും. അസ്അലുഹു, ഞാൻ അതിനോട് ചോദിക്കട്ടെ. ഫഅതുലഖൂഹു, അതിനടിച്ചു കൊണ്ടുവന്നവര്. ഫഖാല ലഹും യാക്കൂബു, എന്നിട്ട് യാക്കൂബ് നബി അവരോട് പറഞ്ഞു, സലൂഹു അൻ അക്ലിഹി യൂസുഫ, നിങ്ങൾ ചോദിക്കൂ അതിനോട്, യൂസുഫിനെ തിന്നതിനെ പറ്റി ചോദിക്കും. ലം ഹിമാക്കലഹു, എന്തിനാ തിന്നെന്ന് ചോദിക്കും. ഫസഅലൂഹു, അപ്പോൾ അവര് ആ ചെന്നായോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് യൂസുഫിനെ തിന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഫലം യുജിബുഹും, ആ ചെന്നായ അവർക്ക് ഉത്തരം കൊടുത്തില്ല. ഫഖാല യാക്കൂബ് അലൈഹിസ്സലാം, അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ലിമ ലാ തുജീബുഹും, എന്താ നീ അവർക്ക് മറുപടി കൊടുക്കാത്ത ചെന്നായ, എന്നോടല്ലേ ചോദിക്കുന്നത്, മറുപടി പറ. അപ്പൊ ചെന്നായ പറഞ്ഞു, ലാ ഉജീബുഹും, അവർക്ക് ഞാൻ മറുപടി കൊടുക്കില്ല, ലി അന്നഹും മുജ്രിമൂൻ, അവർ അക്രമം ചെയ്തവരാണ് പ്രവാചകരെ. വലാകിൻ സൽനി അൻത ഉഖ്ബിറുക, എന്നോട് നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ മറുപടി തരാം. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നായോട് ചോദിച്ചു. അപ്പോ ചെന്നായ പറഞ്ഞു, യാ നബി അല്ലാഹ്, ഇന്നി ലം ആകുൽ ഇബ്നക, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, ഞാൻ നിങ്ങളെ മകനെ തിന്നിട്ടില്ല. ഫഇന്ന ലുഹൂമൽ അംബിയാഇ ഹറാമുൻ അലാ ജമീഇ സിബാഹ്, അംബിയാക്കന്മാരുടെ മാംസം ഒരു പിടിമൃഗത്തിനും അനുവദിക്കപ്പെട്ടിട്ടില്ല, എല്ലാ പിടിമൃഗങ്ങൾക്കും ഹറാമാണത്. പിന്നെ എങ്ങനെ ഞാൻ തിന്ന?
അപ്പോ യാക്കൂബ് നബി ചോദിച്ചു, ഫമാ ഹാദ ദമുല്ലദി തലത്തഹ ബിൽ ഖമീസി, അങ്ങനെയെങ്കിൽ യൂസുഫിന്റെ കുപ്പായത്തിൽ പുരണ്ട ഈ രക്തം എന്താണ്? ഫഖാല, അപ്പോ ചെന്നായ പറഞ്ഞു, ലാ തസ്അൽനി അൻ ഹാദ, അതിനെ പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഫലസ്തു ഉഹിബ്ബു അൻ യഫ്തദിഹ നബിയ്യുൻ അലാ ലിസാനി, ഒരു പ്രവാചകനും അതാ എൻ്റെ നാവിലൂടെ വഷളത്തരത്തിലാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫഖാല, അപ്പോൾ യാക്കൂബ് നബി ചോദിച്ചു, അയിന തുരീദു, അനക്ക് എവിടുക്ക പോണ്ട് ചോദിച്ചു. അപ്പോ ആ ചെന്നായ പറഞ്ഞു, ഉഹിബ്ബു അൻ അസൂറ അഖീ ബിൽ മഗ്രിബി, പടിഞ്ഞാറ് ദേശത്ത് എൻ്റെ ഒരു സഹോദരൻ, അവനെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് ഹാദാ സബ്ഉൻ യുരീദു സിയാറത അഖീ, സഹോദരനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു പിടിമൃഗമാണിത്, ഒരു വന്യമൃഗം. വല അതിരി മാ സ്വനഅ്തും അൻതും ബി അഖീകും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. വല്ലാഹുൽ മുസ്തആൻ വലാ മാ തസിഫൂൻ, നിങ്ങൾ വർണ്ണിക്കുന്നതിനെ പറ്റിയൊക്കെ അല്ലാഹുവിനോടല്ലാതെ എന്ത് സഹായം തേടാനാണ്? അള്ളാഹുവാണ് എല്ലാത്തിനും അഭയം. അവരെ തൊട്ട് തിരസ്കരണം നടത്തി. ചെന്നായന്റെ കാര്യങ്ങൾ വിട്ടേച്ചു. ഖാല, എന്നിട്ട് പറയാ, വലൈസ ഫീ കസീരിൻ മിന റിവായാത്തി ഹദീസു ദിബി, ഏതായാലും ഇങ്ങനെയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെന്നായ തിന്ന കഥ വിവരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവം. ഇൻഷാ അല്ലാഹ് ഇനി കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വരുന്ന രംഗമാണ് വിവരിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.